Hey people, welcome back. Hope you guys are doing good. ഇന്ന് thumbnail പോലെ ഫാഷൻ റിലേറ്റഡ് കോഴ്സ് ഫാഷൻ ഈസ് ഇന്നെവിറ്റബിൾ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു ചെറിയ ആൻസർ പോലെ ഒരു സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഞാൻ ലാഗ് അടിപ്പിക്കില്ല. ഓക്കെ, അതിനൊരു ഡിസ്ക്ലൈമർ. ഞാൻ പറയണതൊക്കെ സ്മാർട്ട് ആയതുകൊണ്ടല്ല, നിങ്ങളായിരിക്കും സ്മാർട്ട്, അതുകൊണ്ടല്ല. കുറച്ച് എക്സ്പീരിയൻസ്, അതായത് എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. എനിക്ക് പേഴ്സണലി കുറച്ച് എക്സ്പീരിയൻസ് എൻ്റെ ഇതിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ഞാൻ എഴുതി വെച്ചാണത്. ആർ യു എ പേഴ്സൺ ഹൂ ഡസൻ ലൈക്ക് ടു ഗോ ഔട്ട് ഫ്രം യുവർ കംഫർട്ട് സോൺ? ആണോ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇപ്പോൾ പല രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണം, അതായത് ഒരൊറ്റ രീതിയിലെ ഡ്രസ്സ് ധരിക്കുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊരു ഡ്രസ്സ് വെയർ ചെയ്തു. ഇപ്പോൾ ചിലവർക്ക് ഇങ്ങനെയായിരിക്കാം, പ്ലെയിൻ ഷർട്ട്സ്, അല്ലെങ്കിൽ ചിലവർക്ക് ചെക്ക് പ്രിന്റഡ്, അത് ഫുൾ സ്ലീവ് മാത്രം, ഹാഫ് സ്ലീവ് മാത്രം, അങ്ങനെ ധരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേറിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ചേഞ്ച് ദാറ്റ്. എല്ലാ സ്ഥലത്തേക്കും ഒരേ ഡ്രസ്സും ഒരേപോലത്തെ പാറ്റേണും ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ഡിഫറെന്റ് അറ്റയേഴ്സ് ഉണ്ട്. അവിടെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു വെയർ ദ അപ്രോപ്രിയേറ്റ് അറ്റയർ ഫോർ ദാറ്റ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എപ്പോഴും കംഫർട്ടാണ്, അല്ലെങ്കിൽ കംഫർട്ട് വേണം, ഓഫ് കോഴ്സ് നിങ്ങളുടെ കംഫർട്ട് നിങ്ങൾ നോക്കണം. പക്ഷെ ഈ ചിലവർക്ക് എന്താ പറയാ, അതിനെ നമ്മുടെ കോൺഫിഡൻസ് ഒരു രീതിയിലുള്ള അറ്റയറിലേ കിട്ടുള്ളൂ. അത് നിങ്ങളത് ചിന്തിച്ചിരിക്കാൻ തെറ്റാണ്. കാരണം നിങ്ങൾ വേറെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റുള്ളൂ. സോ യു നീഡ് ടു ട്രൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട്ഫിറ്റ്സ്, എന്നാലേ ആ കാര്യം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് ഈ കംഫർട്ട് സോണിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ ഇതന്നെയാണ് എൻ്റെ അൾട്ടിമേറ്റ്, ഇങ്ങനത്തെ ഞാൻ വെയർ ചെയ്യുള്ളൂ, അതുള്ളത് ആദ്യം മാറ്റിക്കളയാ. ഓക്കെ, രണ്ടാമത്തെ, ആർ യു ചൂസിങ് ദ ഔട്ട്ഫിറ്റ് വിച്ച് യു ലൈക്ക് വിത്തൗട്ട് ചെക്കിങ് ദ പ്രോപ്പർ സൈസ് ഓർ മെഷർമെന്റ്സ്? അതായത് നിങ്ങൾ ഒരു ഡ്രസ്സ് എടുത്തു, ഇപ്പം നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോയിട്ട് നിങ്ങൾക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൽ സൈസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു ടീഷർട്ട് എടുത്തിട്ട്, ഇത് ഇത്തിരി ഓവർ സൈസ് കൈൻഡ് ഓഫ് ടീഷർട്ട്. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇങ്ങനത്തെ എടുത്തിട്ട് അത് നിങ്ങളുടെ മനസ്സിൽ അത് വലുതാണ്, നിങ്ങൾക്ക് അത് പറ്റില്ല എന്ന്. പക്ഷെ നിങ്ങളപ്പോ ചിലപ്പോൾ ചിന്തിക്കും, ചിലവർക്കുള്ളൂ, എല്ലാവരും കാര്യമല്ല, ചിലവർ ചിന്തിക്കും, ഓക്കെ ഇത് ഓവർ സൈസ്ഡ് ആയിട്ട് വെയർ ചെയ്തുകൂടെ, എന്തായാലും അങ്ങനെ എടുത്തു, അപ്പോ ആ സൈസും ഇല്ല, അപ്പൊ ഇത്തിരി ലൂസാണ്, അപ്പൊ നിങ്ങൾക്ക് ഓവർ സൈസ്ഡ് ആയിട്ട് അത് വെയർ ചെയ്തുകൂടെ, അത് ഓവർ സൈസ്ഡ് ആയിട്ട് ആൾക്കാർ നിങ്ങളെ എങ്ങനെ ഇതാക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരെ. ഞാൻ പണ്ട് അങ്ങനെ വിചാരിച്ചു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പണ്ട്. ഈ പറഞ്ഞ പോലെ ലൂസ് ആവുമ്പോൾ ഞാൻ ഓവർ സൈസ്ഡ് ആണ്, അപ്പൊ ഞാൻ ഓവർ സൈസ്ഡ് ആണ് വിചാരിച്ചിട്ട് എടുക്കും, പക്ഷെ പാളിപ്പോവും. അത് ഓവർ സൈസ്ഡ് അല്ല, അത് നിങ്ങൾക്ക് ലൂസാണ്. അത് ഓവർ സൈസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മെഷർമെന്റ്സ് പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് പറ്റാത്തൊരു സൈസ് ഡ്രസ്സ് എടുത്തിട്ട് ലൂസ് എടുത്തിട്ട് അത് ഓവർ സൈസ്ഡ് ആന്ന് പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസിൽ വെയർ ചെയ്ത് നടക്കൽ ഒരിക്കലും എന്താ പറയാ നല്ലൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റുക. നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമാണ് നിങ്ങൾ വെയർ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു ഇതെടുത്തിട്ട് അത് ഇങ്ങനെയാണ് നമുക്ക് തന്നെ ഒരു സംഭവം വേണം. നിങ്ങൾ 3:3:3 റൂൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ഹാവ് യു ഹേർഡ് അബൌട്ട് 3:3:3 റൂൾ? കേട്ടിട്ടുണ്ടോ? അതായത് 3 ടൈപ്സ് ഓഫ്, അതായത് ടോപ്പ് വെയേഴ്സ്, ഷർട്ട് എന്തായിരിക്കാം, നിങ്ങൾ ഷർട്ടോ ടീഷർട്ടോ എന്താണെന്ന് വെച്ചാൽ അത്. ഐ പ്രിഫർ ഷർട്ട്സ്. ടീഷർട്ട് വേറൊരു സംഭവമായിട്ട്
കണക്കാക്കുക. അത് ഷർട്ട്സിന് തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ സംഭവം ടീഷർട്ട്സ് ഓപ്പൺ അപ്പ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 3 different kind of shirts, 3 different types of pants, even jeans, 3 different types of shoes or sandals. ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരിക്കലും ഈ കുറെ ഡ്രസ്സ് കൂട്ടിയെടുത്തിട്ടോ അത് അങ്ങനെ എടുത്തിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വേണം. ഇപ്പൊ നിങ്ങൾ ഷോപ്പിൽ കയറി, നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളത് എടുക്കുകയാണ്. അതിൽ പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ, അതായത് നിങ്ങളപ്പോ ചിന്തിക്കണം, ഞാൻ ഒരു പെട്ടെന്ന് ഡ്രസ്സ് കണ്ട് എടുത്തിട്ട് അല്ല അതിപ്പോ എങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ, അത് ഒരു ഡ്രസ്സ് നിങ്ങൾ എടുത്തു, അത് നിങ്ങൾ ആ ഒറ്റ ടൈമിന് മാത്രം വെയർ ചെയ്യുന്നു, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി. കാരണം ഒരു ഷർട്ട് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി, ഈ ആള്, അതായത് ഇപ്പൊ ഒരു സോഷ്യൽ പ്രസൻസ് ഉള്ള ഒരാള് വന്ന് ഇട്ടു, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങളത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് പിന്നെ ഇടാൻ പറ്റിയില്ലെങ്കിൽ അതിന് പിന്നെ എന്താ അർത്ഥമുള്ള? എപ്പോഴും ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ എന്തായിക്കോട്ടെ, യു നീഡ് ടു ഫിഗർ ഇറ്റ് ഔട്ട്, എന്തൊക്കെ അതിൽ ചെയ്യാം, എന്തൊക്കെ വേരിയേഷൻസ് ട്രൈ ചെയ്യാം, ഈ സംഭവം മനസ്സിലുണ്ടാവണം. അല്ലാണ്ട് വെറുതെ ഒരു തോന്നിയ ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾ ഓക്കെ അങ്ങോട്ട് സ്റ്റൈൽ ദിസ്, ഞാൻ ഒരു വേറിട്ട് നിൽക്കും ഇതില്, അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെടുക്കുമ്പോഴും അത് പല രീതിയിൽ നിങ്ങൾ അതിനെ വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ഇതിന്റെ ഒപ്പം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കണമല്ല, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞത് ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം, അപ്പോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനത്തെ ഉള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് യു നീഡ് ടു ട്രൈ ഡിഫറെന്റ് തിങ്സ്. ഈ ഒരു സാധനത്തിന്റെ പിന്നാലെ തന്നെ പോരുത്, നിങ്ങൾ അതിന് വേറൊരു നോക്കണം. ഇപ്പൊ ഒരു ഷർട്ട് ഇട്ടു, അത് ഈ ഒരു ഒറ്റ ഇതിലാ പോകുള്ളൂ വെച്ച് കഴിഞ്ഞാൽ പരമാവധി അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്കിപ്പോ വലിയ വാർഡ്രോബ് സെറ്റപ്പാണ് നിങ്ങൾ കുറെ ഉള്ള, ഞാൻ അതുള്ളവർക്കല്ല ഞാൻ പറയണേ. അല്ലാത്തവരെന്ത് എടുക്കുമ്പോഴും ഞാൻ ഇതാക്കി പറയല്ല, അങ്ങനെ ചെയ്യണം നല്ലതാ. ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് എന്തിൻ്റെ ഒപ്പം മാച്ച്, അതാ ഞാൻ പറഞ്ഞ 3:3:3 റൂള് നോക്കണമെന്ന്. അതെടുത്താൽ തന്നെ ഞാൻ നോക്കട്ടെ, പറ്റിക്കഴിഞ്ഞാൽ ഞാനൊരു അങ്ങനെ 3 ഇതെടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം, കുറെ ഇതാക്കിയിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേര് അങ്ങനെ ചെയ്യണമെന്ന് തോന്നണോ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അങ്ങനത്തെ റൂൾ ഇങ്ങനെ കുറെ ഇതാക്കാനുള്ളത്. അതെന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യണം. അതെന്തായാലും ഫോളോ എല്ലാവരും ചെയ്യണം. കാരണം എല്ലാവർക്കും അത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. എന്നിട്ട് വേണം നിങ്ങൾ മറ്റുള്ളതിലേക്ക് പോവാൻ. ഇപ്പൊ പറഞ്ഞ പോലെ ഒറ്റയ്ക്കുള്ളത് വേണമെങ്കിൽ അത് ആദ്യം വേണം. ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു, അത് എടുത്തു കൂട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ഫോളോ ചെയ്യണം. ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം അടുത്തതിലേക്ക് പോവാൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if you don't like to go with the trend, are you still wearing skinny jeans or printed shirts? Printed means the old type of check prints പരിപാടി. എനിക്കറിയാം കുറെ പേര് അങ്ങനെയുണ്ട്. അതായത് ഒരു ഇങ്ങനെ പറയും, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊന്നും താല്പര്യമില്ല, അതൊക്കെ വെറുതെ കോമാളിത്തരാന്ന് പറഞ്ഞ ആൾക്കാർ എനിക്കറിയാം. അപ്പൊ അതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കല, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഇപ്പോഴും സ്കിൻ ചെയ്തതൊക്കെ. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ആ സംഭവമില്ലേ, അത് പണ്ടൊരു ട്രെൻഡായിരുന്നു. അതൊരു ട്രെൻഡായ സമയത്ത് നിങ്ങൾ അത് ഇട്ട് തുടങ്ങി, നിങ്ങൾക്ക് കംഫർട്ട് ആയത് കൊണ്ടല്ല നിങ്ങളത് ഇപ്പോഴും കീപ്പപ്പ് ചെയ്ത് പോണേ. അപ്പൊ നിങ്ങളത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരിക്കലും അതൊരു ട്രെൻഡായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാര് വേറെ ബാഗ് ഇതൊക്കെ ഇട്ടടക്കുമ്പോ നിങ്ങള് ഇതല്ല, അത് ചെയ്യാം, ഇതില്ല, അതിനെ കളിയാക്കല്ല വേണ്ടത്. മനസ്സിലായോ? അങ്ങനെ ഒരു ഇത് അല്ല. എനിക്കിപ്പോ എന്റെ പേഴ്സണൽ എനിക്ക് അത്ര ബാഗ് ഇതൊന്നും എനിക്ക് അത്ര കംഫർട്ട്, ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ട് എനിക്ക്, പക്ഷെ എനിക്കൊരു ഇത് വന്നിട്ടില്ല ഇപ്പോഴും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തോന്നലുള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ സ്കിന്നി ഇട്ട് നടക്കാതെ നിങ്ങളുടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ തിങ്, ഫാഷൻ ഈസ് സബ്ജക്റ്റീവ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ഒരാളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ഞാൻ നേരത്തെ പറയല്ലേ, നിങ്ങൾ ആ കംഫർട്ട് സോൺ വിട്ട് പോയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ അതിന്റെ കംഫർട്ട്. ഇപ്പൊ ഞാനൊരു നാളൊരു പയ്യന്റെ വീഡിയോ കണ്ടു. പുള്ളി പറയണത് ബാഗ് ഇട്ടപ്പോ ഭയങ്കര സുഖമാണ്, മുണ്ട് എടുക്കണ സുഖം എന്നൊക്കെയാ പറയണത്. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് എന്ത് കാണും, അവരെന്ത് വിചാരിക്കുന്നത് വിചാരിച്ചല്ല നിങ്ങൾ ഒന്നാമത് ഡ്രസ് ചെയ്യാൻ. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള ആദ്യത്തെ പോയിന്റ് അല്ല നിങ്ങളുടെ ഫസ്റ്റ്. നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ വിചാരിക്കും. അതുകൊണ്ട് ഒരിക്കലും
ഞാൻ ഇപ്പൊ ഈ പോയിന്റ് പറയാൻ കാരണം സ്കിന്നി ഇട്ട് ഇതാവണവര് മറ്റവരെ കളിയാക്കാണ്ടിരിക്കാൻ കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാം. അങ്ങനെ അവർക്കും കളിയാക്കാനുള്ള അവർക്ക് ഇവരും ഇല്ല. കാരണം ട്രെൻഡൻസ് ഫോളോ ചെയ്യണ ആൾക്കാരുണ്ട്. അപ്പൊ അത് വേണം എന്തായാലും, ഓഫ് കോഴ്സ് അത് മാൻഡേറ്ററി തിങ് എന്തായാലും വേണം, അതല്ല പറയണേ. പക്ഷെ ഒരാളെ കളിയാക്കരുത്, അത് അവരുടെ ഒരു പേഴ്സ്. പക്ഷെ ഞാനിപ്പോ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ വേണം. നിങ്ങളെങ്ങനെ വെയർ ചെയ്യണം, നിങ്ങൾ എന്ത് വെയർ ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ഹാപ്പി ആക്കും, അതാ. അപ്പൊ ഞാൻ ഇപ്പൊ മോസ്റ്റ്ലി വെയർ ചെയ്യല് എന്റെ കംഫർട്ടില്ല. ഞാൻ ട്രെൻഡ് നോക്കും, പക്ഷെ അങ്ങനെ അങ്ങ് അത്ര ഇതിലേക്ക് ഞാൻ പോകാറില്ല. കാരണം എനിക്കിപ്പോഴും ടൈലേർഡ് ഫിറ്റ്, അതായത് ഇപ്പോ സ്കിന്നി അല്ല സ്ട്രൈറ്റ് ഫിറ്റ്, അല്ലെങ്കിൽ ടൈലേർഡ് ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മറ്റേ തയ്യൽക്കടക്കാരനോട് തയ്പ്പിക്കലല്ല കേട്ടോ, കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഉള്ള നമുക്കൊരു കോൺഫിഡൻസും കംഫർട്ടും തോന്നണ കാരണം ഉത്ര ഒതുങ്ങിയതല്ല, അത്ര ബാഗ് ഇല്ലാത്ത, അതാണ് ഞാൻ പ്രിഫർ ചെയ്യില്ല. ഞാൻ അങ്ങനെ നോക്കിയിട്ട് വെയർ ചെയ്യണ ആളാണ്. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേറിട്ട് നിൽക്കാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സ്കിന്നി ഇട്ടിട്ട് ചിലപ്പോൾ വേറിട്ടൊക്കെ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ എനിക്കറിയില്ല. എനിക്ക് പിന്നെ ചില സമയത്ത് ബാഗിയും എനിക്ക് ഇത്തിരി ഇതായിട്ട് തോന്നാറുണ്ട്. പല ഫാഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോ ഇത് എങ്ങനെ അത് വെയർ ചെയ്യണം എന്നുള്ളതിന്റെ എന്താ പറയുക, ബാഗ് ഇട്ടിട്ട് വേറെ വലിയ ലെങ്ത് ഉള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ. ഞാൻ കാണുന്നുണ്ട് കുറെ ആൾക്കാർ ഒരു ധാരണയില്ലാതെ വെറുതെ ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ കുറെ വെയർ ചെയ്യണ ആൾക്കാർ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആരും തന്നെ നിങ്ങൾക്കൊരു ഇതൊക്കെ ട്രൈ ചെയ്യാൻ മടിയാന്നുള്ള ആളാണെങ്കിൽ നിങ്ങളെ ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞത് വലിയ എക്സ്പെൻസീവ് ഡ്രസ്സോ അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം, നിങ്ങളൊരു കംഫർട്ട് സോൺ വിട്ടിട്ട് നിങ്ങളൊരു കാര്യം ട്രൈ ചെയ്യാൻ പോവാണെങ്കിൽ ഒരിക്കലും കുറെ പ്രിന്റും അതും ഇതും കണ്ട് കുറെ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വേറെ ആൾക്കാർ ഇങ്ങനെ ഇതാക്കിയിട്ട് അതിന്റെ ഫാനായി പോയിട്ട് ട്രൈ ചെയ്യരുത്. നിങ്ങൾ ആദ്യം സിമ്പിളിൽ നിന്ന് തുടങ്ങണം. നിങ്ങൾക്കിപ്പോ ഒരു ബാഗ് ഇടണോ, നിങ്ങൾ ബ്ലാക്കോ അല്ലെങ്കിൽ ഇവൻ വൈറ്റ് വേണം. വൈറ്റ് എനിക്കറിയില്ല എത്രത്തോളം ബാഗിൽ, എൻ്റെ ഒരു ഇതാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാം. ഞാൻ എത്ര പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടേതാണ്. അപ്പൊ എൻ്റെ ഒരു ഇതിൽ ഞാൻ ബ്ലാക്ക് ഒക്കെ പ്രിഫർ ചെയ്യുള്ളൂ. അത് ബ്ലാക്ക് എടുക്കുക, സിമ്പിൾ എടുക്കുക, ഇട്ട് നോക്കുക, ഓക്കെ ആണോ, ഗോ ഫോർ ഇറ്റ്. അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോ ഇതൊന്നല്ല ഈ ട്രെൻഡ് ഒന്നും വേണ്ടാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യില്ലേ ഈ കംഫർട്ടിൽ, ഇങ്ങനെ കംഫർട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്ത് നോക്കുക, ടൈലർഡ് ഫിറ്റ്. അപ്പൊ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. അപ്പൊ ഓരോന്നും അങ്ങനെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുകൊണ്ട് കുറെ ഡ്രസ്സ് വാരി കൂട്ടി ഇതും കളഞ്ഞ് പൈസയും കളഞ്ഞ് വെറുതെ ഇതായിട്ടൊരു കാര്യമില്ല. വെറുതെ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. ഞാൻ പണ്ട് ഇതൊക്കെ പറയാൻ കാരണം എന്താ, കാരണം ഞാൻ പണ്ട് ഇതൊക്കെ ചെയ്തിരുന്നു. വെറുതെ കുറെ വാങ്ങിക്കൂട്ടും. പിന്നെ വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്ന സമയത്ത് ഇതിപ്പോ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പൈസ ഉണ്ടാക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പക്ഷെ അന്ന് ഈ ഫാഷൻ എന്നും പറഞ്ഞ് ഞാനത് വീട്ടുകാരെ എടുത്തിട്ട് ഞാൻ മേത്ത് ഒരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര അള്ളിപ്പിടിച്ചിരിക്കുന്ന ഡ്രസ്സ് ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ലൂസ് ആയിരിക്കാം. അതൊക്കെ ട്രെൻഡാന്നും പറഞ്ഞ് നടന്ന കാലം എനിക്കുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴാണ്. അതുകൊണ്ട് ആ മിസ്റ്റേക്ക് വരാണ്ടിരിക്കാനാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. പറയാണ്, ഫാഷൻ ഈ സബ്ജക്റ്റീവ്. ഒരിക്കലും ഒരാളുടെ ഇതിലേക്ക് ഇതല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ വേറെ ഇപ്പൊ നിങ്ങൾക്ക് അവരെ കണ്ടിട്ട് വേറെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഇത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറയാണ്. പക്ഷെ നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു ധാരണ ആണ് നിങ്ങൾക്ക് എന്ത് സ്യൂട്ട് ചെയ്യും. പിന്നെ എല്ലാ സ്ഥലത്തേക്കും ഒരു സാധനം തന്നെ വെയർ ചെയ്യാണ്ട് ആ പരിപാടിയുടെ ഇതനുസരിച്ച് തിങ്ക് ചെയ്യണം. നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ഇരുന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം എന്ത് വെയർ ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഒരു പരിപാടിക്ക് പോയി ഇതിലൊക്കെ ഓരോ കാര്യമുണ്ട് ഫാഷനിൽ കാര്യമുണ്ട്. ഒരാൾ നിങ്ങളെ ആദ്യം വിലയിരുത്തുന്നത് ചെറുപ്പത്തിലായിരിക്കും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്പീരിയൻസുകൾ കുറെ ഉണ്ട് ഇതില്. അതാ ഞാൻ പറഞ്ഞേ, എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വട്ടം കാണുന്നവരേക്കും ബായ്.